അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഘർഷത്തിന്റെയും വാക്കേറ്റത്തിന്റെയും എല്ലാം ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പല വീഡിയോകളും സാമൂഹ്യ മാധ്യമത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യാറുണ്ട്. അധ്യാപകയെ ഭീഷണിപ്പെടുത്തുന്ന +2 വിദ്യാർത്ഥിയുടെ അടക്കം വീഡിയോ അടുത്തിടെ പുറത്തു വന്നത് വലിയ വാർത്തയായിരുന്നു. അതുപോലുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിലെ രഘു എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത്. മൊബൈൽ ഫോൺ പിടിച്ചുവെച്ചതിനെ തുടർന്ന് 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി അധ്യാപകയെ കാലിൽ കിടന്ന ചെരുപ്പൂരി അടിക്കുകയായിരുന്നു. ക്ലാസ് നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥിനി ഫോൺ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപിക ഫോൺ പിടിച്ചു വാങ്ങിയതോടെയാണ് സംഘർഷം ആരംഭിച്ചതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ പ്രകോപിതയായ വിദ്യാർത്ഥി ഫോണിന് പകരം 12,000 രൂപ നൽകണമെന്ന് അധ്യാപികയോട് ആവശ്യപ്പെട്ടതോടെ ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇതാണ് പിന്നീട് കയ്യേറ്റത്തിൽ കലാശിച്ചത്. തുടർന്നാണ് വിദ്യാർത്ഥി അധ്യാപകയെ ചെരുപ്പൂരി അടിക്കുന്നതായി കാണുന്നത്. പിന്നാലെ അധ്യാപിക വിദ്യാർത്ഥിനിയെ തിരികെ തല്ലുന്നതും കാണാം. പിന്നീട് രണ്ടുപേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തല്ലായി മാറി. മറ്റ് വിദ്യാർത്ഥികളും ആ സമയത്ത് അതുവഴി കടന്നു പോകുന്നതും വീഡിയോയിൽ കാണാവുന്നതാണ്. വീഡിയോ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത്. ഒരുപാട് പേർ വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തുകയും ചെയ്തു. ഓൺലൈനിൽ വ്യാപകമായി പ്രചരിച്ച ഈ വീഡിയോ വിദ്യാർത്ഥികളുടെ അച്ചടക്കം, അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങൾ, അക്കാദമിക് സ്ഥാപനങ്ങളിലെ അധ്യാപകരോടുള്ള ബഹുമാനം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തിരികൊളുത്തി എന്ന് വേണം പറയാൻ. ഇങ്ങനെയാണോ ഒരു അധ്യാപികയോട് വിദ്യാർത്ഥി പെരുമാറേണ്ടത് എന്ന ചോദ്യമാണ് കമന്റുകളിൽ അധികവും ഉയരുന്നത്. എന്നാൽ മറ്റു ചിലർ അധ്യാപികയെയും കുറ്റം പറയുന്നുണ്ട്. വിദ്യാർത്ഥിനിയോട് അധ്യാപികയുടെ ഭാഗത്തു നിന്നും ഇത്തരം പെരുമാറ്റമല്ല ഉണ്ടാകേണ്ടത് എന്നാണ് ചിലർ പറയുന്നത്. അധ്യാപിക നേരത്തെ തന്നെ നിയന്ത്രിച്ച് പെരുമാറിയിരുന്നുവെങ്കിൽ ഈ സംഭവം ഒഴിവാക്കാമായിരുന്നു എന്ന് പലരും പറയുന്നു കമന്റിൽ. പലരും പല അഭിപ്രായങ്ങളും കമന്റുകളുമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇവർ തമ്മിലുണ്ടായ കയ്യാങ്കളി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതാണോ എന്ന കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു.